അച്ചാറും ചമ്മന്തിപ്പൊടിയും ബീഫ് വരട്ടിയതും ബാഗിലേക്ക് വയ്ക്കുകയാണ് രാധികയും ദീപികയും. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ അമ്മേ? 2 കാവിമുണ്ടെടുത്തത് ഹാളിലെ കസേരയിൽ ഇരിക്കുന്നുണ്ട്, അതിങ്ങെടുക്ക്. നീ ചോദിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് മറന്നു പോകുമായിരുന്നു. ദീപിക ഹാളിലെ ചെയറിൽ നിന്നും കാവിമുണ്ടടങ്ങിയ കവർ എടുത്തുകൊണ്ടുവന്നു. അതും കൂടി ബാഗിലേക്ക് വച്ച് രാധിക സിബ്ബ് വലിച്ചിട്ടു. മിത്രമോള് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് റൂമിലേക്ക് പോയതല്ലേ? ഇതുവരെ പുറത്തേക്ക് കണ്ടില്ലല്ലോ. മിത്രയായതുകൊണ്ട് സംസാരിക്കാൻ വിഷയം തപ്പി പോകേണ്ട കാര്യമില്ല. മിതഭാഷയായ അച്ഛനെ കൊണ്ടുപോലും അവൾ മിണ്ടിക്കും. അതിനങ്ങനെ ചില കഴിവുകളൊക്കെ ഉണ്ട്. ദീപിക ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത്. അച്ഛനിറങ്ങേണ്ട സമയമായി തുടങ്ങി. നീ ചെന്ന് വിളിച്ചുകൊണ്ട് വാ രണ്ടാളെയും. ഇനിയുള്ള സംസാരമെല്ലാം അടുത്ത വരവിനാകാം. ചിരിച്ചുകൊണ്ടാണ് രാധിക അത് പറഞ്ഞത്. ദീപിക ഹരിനന്ദന്റെ റൂമിലേക്ക് പോകാനായി തിരിയുമ്പോഴാണ് പുറത്തെന്തോ വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. അമ്മേ, അച്ഛന് പോകാനുള്ള വണ്ടിയുമായി ദാസേട്ടൻ വന്നെന്നാ തോന്നുന്നത്. നീ ചെന്ന് അച്ഛനോട് കാർ വന്നെന്ന് പറയൂ. ഞാൻ പോയി ദാസനോട് ഇരിക്കാൻ പറയട്ടെ. ദീപികയെ റൂമിലേക്ക് പറഞ്ഞയച്ച് രാധിക ഉമ്മറത്തേക്ക് നടന്നു. എന്നാൽ ഉമ്മറത്ത് രാധിക പ്രതീക്ഷിച്ചതുപോലെ ദാസായിരുന്നില്ല. പകരം കാക്കിധാരികളായ കുറച്ച് പോലീസുകാരായിരുന്നു. ദീപികയുടെ പ്രശ്നത്തെ ചൊല്ലി പോലീസ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നിരുന്നതുകൊണ്ട് അവരെ കണ്ടപ്പോൾ രാധികയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്താണ് സാർ? ഉമ്മറത്തേക്ക് കടന്നു നിന്നുകൊണ്ട് രാധിക ചോദിച്ചു. ഹരിനന്ദൻ അകത്തുണ്ട്, വിളിക്കാം. അവർ പിന്നിലേക്ക് തിരിഞ്ഞതും ദീപിക വെപ്രാളത്തോടെ ഓടിപ്പാഞ്ഞെത്തി. അമ്മേ അമ്മേ. എന്താ ദീപു, എന്തിനാ നീ കിതയ്ക്കുന്നത്? അച്ഛൻ എത്ര മുട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ലമ്മേ. അകത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. മിത്രയെ വിളിച്ചിട്ടും മിണ്ടുന്നില്ല. അച്ഛൻ എന്തിനാ ഇപ്പോൾ വാതിൽ കുറ്റിയിട്ടത്? കിതപ്പോടെ പറയുന്നവളെ തട്ടിമാറ്റിക്കൊണ്ട് രാധിക വാതിലിന് നേരെ ഓടി. ദീപികയുടെ സ്വരത്തിലെ അപകട സൂചന മനസ്സിലായതും കിഷോർ രാധികയ്ക്ക് പിന്നാലെ കുതിച്ചു. അവർക്ക് പിന്നാലെ CI മോഹനചന്ദ്രനും. കിഷോർ അവിടെ എത്തുമ്പോൾ രാധിക വാതിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിഷോർ ഒറ്റ വലിക്ക് രാധികയെ മാറ്റി നിർത്തിക്കൊണ്ട് വാതിലിൽ വലത് ഷോൾഡർ കൊണ്ട് ഒന്ന് തട്ടി. അത് തുറക്കുന്നില്ലെന്ന് കണ്ടതും അവൻ 2 അടി പിന്നോട്ട് നീങ്ങിക്കൊണ്ട് ഓടി വന്ന് ഷോൾഡർ കൊണ്ട് വാതിലിൽ ശക്തിയായി ഇടിച്ചു. വാതിലൊന്ന് കുലുങ്ങിയതല്ലാതെ തുറന്നില്ല. അതോടെ മോഹനചന്ദ്രൻ മുന്നോട്ട് വന്നു. 2 പേരും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പിന്നോക്കം ഒന്നാഞ്ഞ് വാതിലിൽ വന്ന് ഊക്കോടെ ഇടിച്ചു. ആ ഇടിയിൽ വാതിലിന്റെ കുറ്റിയിളകി വാതിൽ ഉള്ളിലേക്ക് മലർക്കെ തുറന്നു. അകത്തെ കാഴ്ച കണ്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടിത്തെറിച്ചു നിന്നു. ഹരിനന്ദന്റെ കയ്യിൽ വാടിയ ചേമ്പിൻ തണ്ട് പോലെ കിടക്കുന്നുണ്ട് മിത്ര. ഒരു വേള അവൾക്ക് ജീവനില്ലേ എന്ന് പോലും കിഷോർ സംശയിച്ചു. മുന്നിൽ പോലീസുകാരെ കണ്ട പകപ്പിലാണ് ഹരിനന്ദൻ. കിഷോർ ഹരിനന്ദന്റെ അടുത്തേക്ക് കുതിച്ചതും അയാൾ മിത്രയെ ഇടത് കൈയിൽ തൂക്കിപ്പിടിച്ചു കൊണ്ടൊന്ന് വട്ടം കറങ്ങി. അടുത്തേക്ക് വരരുത്, പോലീസാണെന്നും നോക്കില്ല ഞാൻ, തീർത്തു കളയും. മുരണ്ടുകൊണ്ട് അയാൾ ഒന്നുകൂടി തിരിഞ്ഞതും റൂമിലെ മേശക്കരികിൽ എത്തിക്കഴിഞ്ഞു. ഒരു നിമിഷം കൊണ്ടാണ് മേശയുടെ ഡ്രോ തുറന്നയാൾ റിവോൾവർ കയ്യിലെടുത്ത് മിത്രയുടെ തലയ്ക്ക് നേരെ ചൂണ്ടിയത്. ഇവൾക്കിപ്പോൾ അല്പപ്രാണനേ ഉള്ളൂ. അത് മുഴുവനാക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. ക്രൂരമായ മുഖത്തോടെ നിൽക്കുന്ന ഹരിനന്ദനെ മനസ്സിലാകാതെ നോക്കി നിൽക്കുകയാണ് രാധികയും ദീപുവും. ശാന്ത സ്വഭാവക്കാരനായ ഹരിനന്ദനെ മാത്രമേ അവർ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഈ വേഷപ്പകർച്ച അവരുടെ മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഹരിനന്ദൻ, അവിവേകം കാണിക്കരുത്. അവളെ കൊന്നാലും നിയമത്തിന്റെ പിടിയിൽ നിന്നും നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് സാഹസത്തിന് നിൽക്കരുത്. ഏറ്റവും ഒടുവിൽ മുറിയിലേക്ക് എത്തിയ ACP വിശ്വനാഥ മേനോൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. അറിയാം, നിങ്ങളുടെ കയ്യിൽ എന്നെ പൂട്ടാനുള്ള തെളിവുകളെല്ലാം ഉണ്ടെന്ന്. സ്വയം അന്വേഷിച്ച് നിങ്ങൾക്ക് ഒരിക്കലും എന്നിലേക്ക് എത്താൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾക്ക് മുൻപിൽ എന്നിലേക്കുള്ള വഴി തെളിച്ചത് ഇവളാണ്. അതുകൊണ്ട് നിയമത്തിനു മുൻപിൽ ഞാൻ കീഴടങ്ങുന്ന നിമിഷം ഇവൾ ജീവനോടെ ഇരിക്കരുത്. അതെന്നെ എല്ലാ തെളിവുകളോടെയും നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നതുകൊണ്ട് മാത്രമല്ല. ഇവളെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചാൽ ആനന്ദിനോട് തോൽക്കുന്നതിന് തുല്യമായിരിക്കും. സ്വത്തുക്കളെല്ലാം അവനെ തിരിച്ചു കിട്ടിയാലും അവൻ്റെ ജീവിതത്തിൽ അവനെ ഒരു 0 ആക്കിയിട്ടാണ് ഞാൻ ജയിലിലേക്ക് പോയത് എന്ന് എനിക്ക് അഭിമാനിക്കാം. പല കഷണങ്ങളായി ചിതറിത്തെറിച്ച അവൻ്റെ ജീവിതം ഇനി ഒരിക്കൽ കൂടി പെറുക്കിക്കൂട്ടണമെങ്കിൽ ഇവൾ ജീവനോടെ ഉണ്ടാവണം. അതിന് ഞാൻ അനുവദിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹരിനന്ദൻ മിത്രയിലേക്ക് തിരിഞ്ഞതും കിഷോർ തൻ്റെ അരികിലായി കിടന്ന സ്റ്റൂൾ കാലുമടക്കി ഹരിനന്ദൻ്റെ കാലിനെ നോക്കി അടിച്ചതും ഒരു നിമിഷത്തിൻ്റെ വേഗതയിലായിരുന്നു. അതേ വേഗതയിൽ തന്നെയാണ് സ്റ്റൂൾ കാലിൽ വന്നടിച്ച നിമിഷം ബാലൻസ് തെറ്റി ഹരിനന്ദൻ വീഴാൻ പോയതും കയ്യിൽ നിന്നും മിത്ര ഊർന്ന് താഴെ പോയതും ട്രിഗറിൽ കൈ അമർത്തിയതിനാൽ അത് ലക്ഷ്യം തെറ്റി ഹരിനന്ദൻ്റെ ഇടത് കൈപ്പത്തിയിൽ തുളഞ്ഞു കയറിയതും. ഒരാർത്തനാദത്തോടെ ഹരിനന്ദൻ കൈപ്പത്തി പൊത്തിപ്പിടിച്ചുകൊണ്ട് താഴെയിരുന്നു. ആ നിമിഷം തന്നെ കിഷോർ മിത്രയെ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് കുതിച്ചിരുന്നു.
പുറത്ത് പാർക്ക് ചെയ്തിരുന്ന മൂർത്തിയുടെ കാറിലേക്ക് അവളെ കയറ്റിയതും ആ കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. കിഷോർ ഒരു നിമിഷം വൈകിപ്പോയിരുന്നു എങ്കിൽ മിത്ര ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വനാഥ മേനോനും മോഹനചന്ദ്രനും ഒരേ സമയം മനസ്സിലോർത്തു. മുന്നിൽ അരങ്ങേറുന്നതൊന്നും കണ്ടു നിൽക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയാണ് ആ അമ്മയും മകളും. അറസ്റ്റ് ഹിം, ACP CI മോഹനചന്ദ്രനെ നോക്കി പറഞ്ഞതും അയാൾ ഹരിനന്ദനെ വിലങ്ങണിയിച്ചു. കയ്യിലെ മുറിവിൽ നിന്നും അപ്പോഴും രക്തം വാർന്നൊഴുകുന്നുണ്ട്. വിലങ്ങണിയിച്ച കൈകൾ പരസ്പരം കൂട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ വേദനയെ ഒതുക്കാൻ ശ്രമിച്ചു. CI വലിച്ചുകൊണ്ടാണ് ഹരിനന്ദനെ റൂമിന് പുറത്തേക്ക് എത്തിച്ചത്. അവർക്ക് കടന്നു പോകാനായി വാതിൽക്കൽ നിന്നും മാറി നിന്ന ആ അമ്മയെയും മകളെയും ഹരിനന്ദൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചില്ല. മുറ്റത്ത് കിടക്കുന്ന ജീപ്പിലേക്ക് അയാളെ കയറ്റിയതും രാധിക അകത്തുനിന്നും ഓടിപ്പാഞ്ഞുകൊണ്ട് ACPയുടെ മുന്നിലെത്തി. അറസ്റ്റ് ചെയ്യാൻ മാത്രം എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റെന്താണ് സാർ? എന്നോടൊന്ന് വിശദീകരിച്ചു തരുമോ? ഇരുകൈയും കൂപ്പി തൊഴുതുകൊണ്ട് രാധികയത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പറയാനാണെങ്കിൽ ഏറെയുണ്ട്. അത് പറഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്കിപ്പോൾ നേരമില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ മകളെ ആരോ കൊല്ലാൻ ശ്രമിച്ചില്ലേ? അത് ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ ഭർത്താവാണ്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ദീപമോളോട് അദ്ദേഹം ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കില്ല. ജന്മം കൊണ്ട് ഞങ്ങൾ അവളുടെ അച്ഛനും അമ്മയും അല്ലായിരിക്കും. എന്നാൽ കർമ്മം കൊണ്ട് അദ്ദേഹം അവളുടെ നല്ലൊരച്ഛനാണ്. മകളല്ലാത്ത വിധം അദ്ദേഹം ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് സാറിപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. രാധിക ദേഷ്യത്തോടെയാണ് അത്രയും പറഞ്ഞത്. നോക്കൂ മിസസ് ഹരിനന്ദൻ, ACP അവരുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ ഉമ്മറവാതിൽക്കൽ നിൽക്കുന്ന കുട്ടി നിങ്ങളുടേതല്ലായിരിക്കാം. എന്നാൽ അവളുടെ അച്ഛൻ ഹരിനന്ദനാണ്. മകളെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല ഇതൊന്നും. അങ്ങനെ അയാൾ ചെയ്യുകയുമില്ല. അയാളുടെ ലക്ഷ്യം പോലീസിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിടുക എന്നത് മാത്രമായിരുന്നു. അയാളിലേക്ക് നീളുന്ന സംശയങ്ങളെല്ലാം പറഞ്ഞു തന്നത് അഗ്നിമിത്രയാണ്. അതുകൊണ്ട് ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ മകളെ ഫോണിൽ കൂടി ഒരാൾ മാനസികമായി ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സങ്കടങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞപ്പോഴാണ് അയാൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. വധഭീഷണിയുണ്ടെന്ന് നിങ്ങളോട് തുറന്നു പറഞ്ഞ മകളെ ആ രാത്രിയിൽ തനിച്ച് കിടത്തിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും മറ്റൊരു റൂമിൽ പോയി കിടന്നത് എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾ തെളിയിച്ചില്ലേ അവളുടെ സ്വന്തം അമ്മയല്ല നിങ്ങളെന്ന്? സാർ, അത് പിന്നെ മോൾ ഒറ്റയ്ക്ക് കിടക്കുന്നത് കുഴപ്പമില്ലെന്ന് നന്ദേട്ടൻ പറഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ കൂടെ പോയി കിടന്നു അല്ലേ? പേടി മൂലം തലേ ദിവസം വരെ നിങ്ങളോട് ചേർന്നുറങ്ങിയിരുന്ന പെൺകുട്ടിയല്ലായിരുന്നോ ദീപിക? അവർ മറുപടി പറയാതെ നിന്നു. പറയൂ മിസസ് ഹരിനന്ദൻ, അവളെ പ്രസവിച്ചത് നിങ്ങളായിരുന്നുവെങ്കിൽ ഒരിക്കലും ഭർത്താവിൻ്റെ വാക്ക് ചെവിക്കൊള്ളില്ലായിരുന്നു. പകരം ഞാൻ മോളുടെ അടുത്ത് കിടക്കുകയാണെന്ന് ഭർത്താവിനോട് തുറന്നടിച്ച് പറയുമായിരുന്നു. അവിടെ ഭർത്താവിൽ നിന്നും കിട്ടുന്ന സുഖം മാത്രമേ നിങ്ങൾ നോക്കിയുള്ളൂ. മകളുടെ സുരക്ഷ നിങ്ങൾ ഓർത്തതേയില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ബാക്കിയെല്ലാം നിങ്ങൾ വഴി പോലെ അറിയും. ആ വാഹനം ഗേറ്റ് കടന്നു പോകുന്നത് കണ്ട് രാധിക അനങ്ങാതെ നിന്നു. സത്യത്തിൽ അയാൾ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായതേയില്ല. ഹരിനന്ദനെ കയറ്റിക്കൊണ്ടുള്ള ആ വാഹനവും ഹോസ്പിറ്റലിലേക്കാണ് നീങ്ങിയത്. ഹോസ്പിറ്റലിന് മുന്നിൽ കാർ നിർത്തിയതും കിഷോർ അവളെയും കോരിയെടുത്തുകൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് പാഞ്ഞു. അവിടെ നിന്നും എമർജൻസി സന്നാഹങ്ങളോടെ ICUവിലേക്കും. ഹരിനന്ദൻ്റെ മുറിയിൽ നിന്നും ഈ ഹോസ്പിറ്റലിൽ എത്തുന്നതുവരെ കിഷോർ മിത്രയുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന ഭയമായിരുന്നു അവൻ്റെ ഉള്ളിൽ. മൂർത്തിയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ഡ്രൈവിങ്ങിനിടയിൽ അയാൾ പലതും ചോദിക്കുന്നുണ്ടെങ്കിലും കിഷോർ ഒന്നിനും മറുപടി പറഞ്ഞില്ല. ഈ സമയത്തിനുള്ളിൽ വിവരമറിഞ്ഞ് അനന്തപത്മനാഭനും സിദ്ധാർത്ഥും മീനുവും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഇടയ്ക്കിടെ സിദ്ധുവിൻ്റെ മിഴികൾ ദേഷ്യത്തോടെ കിഷോറിൻ്റെയും മൂർത്തിയുടെയും നേർക്ക് നീളുന്നുണ്ട്. കൈക്കുമ്പിളിൽ തല താങ്ങിക്കൊണ്ട് മിഴികൾ അടച്ചിരിക്കുന്ന കിഷോർ ഇതൊന്നും കണ്ടതേയില്ല. സിദ്ധു കൃഷ്ണമൂർത്തിയുടെ അരികിലേക്ക് നടന്നു. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? കൊണ്ടുപോയി കൊല്ലാൻ കൊടുത്തില്ലേ? ഇനി നിങ്ങളുടെ ആരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. മകനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയിക്കോളൂ. പരുഷമായ വാക്കുകൾ കൊണ്ട് സിദ്ധു മൂർത്തിയെ നേരിട്ടപ്പോൾ കലങ്ങി നിന്ന അയാളുടെ മിഴികളിലെ നീർക്കണം നിറഞ്ഞു തുളുമ്പി. പോകാം. അതിനുള്ളിൽ കിടക്കുന്നവളുടെ വിവരം ഒന്ന് അറിഞ്ഞതിന് ശേഷം അയാൾ ദയനീയത തുളുമ്പുന്ന മുഖത്തോടെ പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ അച്ഛൻ്റെയും മകൻ്റെയും ആവശ്യം ഞങ്ങൾക്കില്ല. സിദ്ധു, എല്ലാം കേട്ടുകൊണ്ടു നിന്ന അനന്തപത്മനാഭൻ ദേഷ്യത്തോടെ വിളിച്ചു. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്നും ആര് പോകണം പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് നീയോ ഞാനോ അല്ല. അതോ അധികാരം കാണിക്കാൻ ഈ ഹോസ്പിറ്റൽ നീ പണം കൊടുത്തു വാങ്ങിയോ? എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ മിത്രമോളെ. സിദ്ധുവിൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് ICUവിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. അഗ്നിമിത്രയുടെ ബന്ധുക്കൾ? അവരത് ചോദിച്ചതും എല്ലാവരും ആ വാതിലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു.
ഡോക്ടർ ഇപ്പോൾ വരും, അദ്ദേഹം പറയും വിവരങ്ങളെല്ലാം. അതും പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഉള്ളിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ഞാൻ അഗ്നിമിത്രയുടെ അച്ഛനാണ്. മോൾക്ക് എങ്ങനെയുണ്ട്? അനന്തപത്മനാഭൻ മുന്നിലേക്ക് ചെന്നുകൊണ്ട് തൊണ്ടയിടറി ചോദിച്ചു. കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചതിനാൽ അപകടമൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ച് നോർമലായി എന്ന് പറയാനും കഴിയില്ല. ഇന്നൊരു ദിവസം ICUവിനുള്ളിൽ കിടക്കട്ടെ. നാളെ കാലത്ത് പരിശോധിച്ചതിന് ശേഷം നമുക്ക് റൂമിലേക്ക് മാറ്റാം. പിന്നെ ഈ കൃഷ്ണമൂർത്തി ആരാണ്? ഡോക്ടർ തന്നിലേക്ക് ചുറ്റും നിൽക്കുന്നവരിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനാണ് സാർ, മൂർത്തി മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു. അഗ്നിമിത്രയ്ക്ക് ബോധം വീണ ഉടനെ അന്വേഷിക്കുന്നതാണ് നിങ്ങളെ. നിങ്ങളോട് സംസാരിക്കാൻ അരമണിക്കൂർ സമയം വേണമെന്നാണ് ആ കുട്ടി എന്നോട് ആവശ്യപ്പെട്ടത്. അരമണിക്കൂറൊന്നും എടുക്കാൻ പറ്റില്ല, 10-15 മിനിറ്റ്. അതിനുള്ളിൽ തിരിച്ചിറങ്ങിക്കൊള്ളണം. പിന്നെ നിങ്ങൾ മാത്രം അകത്ത് കയറിയാൽ മതി, വേറെ ആരെയും അനുവദിക്കുന്നതല്ല. അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് നടന്നതും എന്തിനാണ് വിളിച്ചത് എന്നറിയാതെ കൃഷ്ണമൂർത്തി ICUവിനുള്ളിലേക്ക് നടന്നു.